സന്തോഷം കൊണ്ടേ ആയിരക്കണക്കിന് ആളുകൾ കരയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അത് തമിഴ്നാട്ടിലാണ്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. പോകുന്ന വഴിക്കുള്ള മനോഹരമായ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് ഒരുമിച്ച് കാണാം. ബാക്കി അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സന്തോഷം കണ്ട് കരഞ്ഞുപോയ ആ സ്ഥലം തമിഴ്നാട് ഗൂഡല്ലൂരിലുള്ള പാടന്തറ മർക്കസ്. ഇപ്പം നിലവിൽ 2000-ലധികം വധൂവരന്മാരെ ഇതിനു മുമ്പ് ഇവിടെ വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ട്. ഞാൻ ഉസ്താദുമായിട്ട് ദേവർഷോൽ ഉസ്താദുമായിട്ട് ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നു. അതിലേറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആ 2000 വധൂവരന്മാരും ഇപ്പോഴും സന്തോഷിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ പോലും അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം വിവാഹമോചിതരായിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഇത്തവണ 850 വധൂവരന്മാരാണ് ഇവിടെ വിവാഹത്തിന് വേദി ഒരുങ്ങുന്നത്. അതിൽ നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരവരുടെ ആചാരങ്ങളും വിശ്വാസപ്രകാരമാണ് ഓരോരുത്തരും വിവാഹിതരാകുന്നത്. ശേഷം ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക. അതിനുള്ള വലിയ പന്തലാണ് ഇവിടെ ഒരുങ്ങുന്നത്. സ്ത്രീകൾക്ക് വേറെ പന്തലുണ്ട്. തൊട്ടപ്പുറത്തന്നെ കാണുന്നത് സ്ത്രീകളുടെ പന്തലാണ്. വളരെ വിശാലമായ പന്തലാണ് ഒരുങ്ങുന്നത്. നാസറേ, ഈ 2 പന്തലും കൂടി എന്തായാലും ഒരു 50,000 മേലല്ലേ? 50-ന്റെ മേലാള് പോകും. അപ്പോൾ അതെ. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഇവിടെ ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോവാം. എല്ലാ കുടുംബങ്ങളുടെയും ചെലവുകൾ ഈ സ്ഥാപനം തന്നെയാണ് വഹിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന ഒരു വിവാഹമാണ്. ലോകത്ത് ഒരിടത്തും ഇങ്ങനത്തെ ഒരു വിവാഹം നടന്നിട്ടുണ്ടാവില്ല, നടക്കാനിട്ട് പോകണില്ല ഇവിടെ അല്ലാതെ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും വിപുലമായ സൗകര്യങ്ങൾ പിന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെയിന്റടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ എന്തൊക്കെയാണോ ആ വീട്ടിൽ ചെയ്യാം, അത്രമാത്രമുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, വിവാഹത്തിന് വരിക, ഇതിൽ പങ്കെടുക്കുക. ഇത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. കാരണം ഒരുപാട് നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ കല്യാണമാണ്. 850 വധൂവരന്മാരൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാൻ ഇവിടെ വന്നാലല്ലാതെ വേറെ എവിടെ പോയാലേ പറ്റുക. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ മാറ്റിവെക്കുക. ഏപ്രിൽ 5-ാം തീയതിയാണ് വിവാഹം നടക്കുന്നത്. പിന്നെ നമുക്കറിയാലോ, ഇപ്പോൾ ലോകം യുദ്ധത്തിന്റെ ഭീതിയിലാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക മാന്ദ്യം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത ഇതിനൊക്കെ ഉണ്ട്. എല്ലാവർക്കും പിന്നെ വധുവിനും വരനും ഒക്കെ സഹായം നൽകിക്കൊണ്ടാണ് ഈ കല്യാണം നടക്കുന്നത്. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ട്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലോ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തോ നിങ്ങളുടെ പക്കലുള്ള ചെറുതോ വലുതുമായ സംഖ്യ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഹബീബി, നമ്മുടെ നാട്ടിലേക്ക് വലിയ വലിയ ആഡംബര കല്യാണങ്ങൾ നടക്കുന്നില്ലേ? സ്വർണത്തിന്റെ ഒക്കെ വില നമുക്ക് നല്ലപോലെ അറിയാലേ. ലക്ഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടി കെട്ടിക്കേണ്ട ഒരു പിതാവിന്റെ അവസ്ഥ, ഇനി കെട്ടാൻ പോണ ചെക്കന്മാരുടെ അവസ്ഥ നമ്മളെ അടിയിലെ നിക്കാഹ് കഴിക്കുമ്പോഴേ എങ്ങനെയാണ് സ്വർണ്ണം ഇടാതിരിക്കുക? ഇപ്പത്തെ കാലത്ത് എങ്ങനെയാണ് സ്വർണ്ണം ഇടുക? അങ്ങനത്തെ ആകെ കൺഫ്യൂഷനിലും ബേജാറിലും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കാരണം അഭിമാനം നഷ്ടപ്പെടുത്താൻ ആർക്കും വയ്ക്കൂല. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണല്ലേ എല്ലാവരും. ഞങ്ങളോട് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ലൈഫിൽ ജനിച്ചിട്ട് ഒരു തരി സ്വർണ്ണം ഉണ്ടല്ലോ മേത്തണിയാത്ത എത്രയോ സഹോദരിമാര് തന്റെ സഹോദരിന്റെ കല്യാണം നടക്കാൻ കഴിയാതെ തന്റെ കല്യാണം വൈകിപ്പിച്ച് 40-45 എത്തി കുടുംബജീവിതം എന്ന സ്വപ്നമൊക്കെ മാറ്റിവെച്ച എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. 2000-ഓളം വരുന്ന പാവപ്പെട്ട, അവിടെ മതമോ ജാതിയോ വർഗമോ വർണ്ണ വ്യത്യാസമില്ലാതെ ഏകദേശം 2000-ഓളം ആളുകൾക്ക് കല്യാണം കഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നീലഗിരിയിലെ പാടന്തറ മർക്കസ് ദേവർഷോൽ ഉസ്താദ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കുറെ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉസ്താദ് വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. കാരണം സ്വർണത്തിന്റെ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് യുദ്ധഭീതി, പണിയില്ലായ്മ, മൊത്തത്തിൽ പ്രതീക്ഷിച്ചിടത്തുനിന്നൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. ഉസ്താദിനെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ നെഞ്ചു നീറുന്ന കഥകൾ, എത്രയോ കഥകൾ നമുക്ക് കേൾക്കാൻ കഴിയും. നമുക്ക് വല്ല കഥയുണ്ടോ ആ വിഷയത്തിലൊക്കെ? എനിക്ക് 4 പെങ്ങന്മാരുണ്ട്. ആ 4 പെങ്ങന്മാരെ കെട്ടിക്കാൻ ഇന്റെ പെട്ട പെടാപ്പാടെ നമുക്ക് നമ്മുടെ ഉമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ അറിയുന്ന ഒരുപാട് വിഷയങ്ങൾ. എനിക്ക് 3 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്നത് എന്നെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഒരാൾ നിൽക്കാണ് ഞാൻ ഈ വീഡിയോ ഉള്ളത്. ഞാൻ ഇവിടെ ഇടുന്ന സ്കാനറിൽ നിങ്ങൾക്ക് കഴിയുന്ന ക്യാഷ് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇനി ഒന്നിനും കഴിയാത്തവരാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. സ്റ്റോറി വെക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്കൊന്നും അങ്ങനെയെങ്കിലും അതിന്റെ ഒരു ഭാഗമായി കൂടെ. അങ്ങനെയുള്ള പാവപ്പെട്ടവരുടെ കല്യാണത്തിൽ ഏതെങ്കിലും ഒരു നിലക്ക് നിങ്ങൾ ഭാഗമാക്കാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്കാനറും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കും. ഏതായാലും വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.